എഫാത്ത എഫാത്ത ഗലീലിലുയർന്ന വചനം. ഈശോയിൽ പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 11ാം ഞായറാഴ്ചയാണിത്. ഇന്ന് നാം വിചിന്തനം നടത്തുന്നത് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ 2 ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ നമ്മോട് പറയുന്നുണ്ട്. വിത്തിന്റെ ഉപമയും കടുകുമണിയുടെ ഉപമയും. ഈ 2 ഉപമകളിലൂടെ ദൈവത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്ന് ഈശോ നമ്മോട് വ്യക്തമാക്കുന്നു. ആദ്യത്തെ ഉപമ ഒരുവൻ നിലത്ത് വിത്ത് വിതയ്ക്കുന്നതാണ്. ഇവിടെ മനുഷ്യന്റെ ഇടപെടലായി ഈ ഉപമയിൽ പറയുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്: വിത്ത് വിതയ്ക്കുന്നതും അവസാനം ഫലമായി കഴിയുമ്പോൾ കൊയ്യുന്നതും. ഇതിനിടയ്ക്ക് നിലമൊരുക്കൽ, വളമിടൽ, നനയ്ക്കൽ, കളകൾ നീക്കം ചെയ്യൽ, ഇങ്ങനെ ഒത്തിരിയേറെ മനുഷ്യന്റെ ഇടപെടലുകൾ കൃഷിയിൽ ആവശ്യമാണ്. എന്നാൽ ഈ ഉപമയിൽ ആ പ്രവർത്തനങ്ങളെല്ലാം മാറ്റി 2 കാര്യങ്ങൾ മാത്രം പറയുന്നു: വിതയ്ക്കലും കൊയ്യലും. ഒരുപക്ഷെ ഈ വിത്ത് പൊട്ടിമുളച്ച് വളർന്ന് ചെടിയായിത്തീർന്ന് അത് ഫലം പുറപ്പെടുവിക്കുന്ന ആ പ്രക്രിയയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയായിരിക്കണം മറ്റുള്ള മാനുഷിക പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത്, പറയാതിരിക്കുന്നത്. എന്തു തന്നെ ആയിരുന്നാലും ഈ ഉപമയിൽ പറയുന്നു, അവൻ രാത്രിയും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നുവെന്ന്. അതിനർത്ഥം വിതക്കാരൻ അവന്റെ സാധാരണ ജീവിതത്തിൽ മുഴുകുമ്പോൾ അവനറിയാതെ ഈ വിത്ത് മുളവന്ന് ചെടിയായി തീർന്ന് അതിൽ ഫലം നിറയുന്നു എന്ന്. അതുപോലെ തന്നെ മറ്റൊരു വാക്ക് പറയുന്നത് ഭൂമി സ്വയമേവ ഫലം പുറപ്പെടുവിക്കുന്നു എന്നാണ്. ഈ സ്വയമേവ എന്ന് പറയുന്ന വാക്കും പ്രത്യേകതയുള്ളതാണ്. ലേവ്യരുടെ പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ സാബത്ത് വർഷത്തിൽ ഭൂമി കൃഷി ചെയ്യാതെ വെറുതെ ഇടണമെന്നും അവിടെ നിന്നും മനുഷ്യന്റെ ഇടപെടലില്ലാതെ സ്വയമേവ ഭൂമി പുറപ്പെടുവിക്കുന്നവ മനുഷ്യന് ഭക്ഷണമായി തീരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ഇടപെടലില്ലാത്ത സ്ഥിതിയിൽ ഭൂമി പുറപ്പെടുവിക്കുന്ന ഫലങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ അവന് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യൻ അറിയാതെ തന്നെ അതിനിടയിൽ കൂടെ ദൈവം പ്രവർത്തിച്ച് ആ പ്രവർത്തനങ്ങളെ ഫലമണിയിക്കും എന്ന് ഈ ഉപമ നമ്മോട് പറഞ്ഞു തരുന്നു. 2ാമത്തെ ഉപമ കടുകുമണിയുടെ ഉപമയാണ്. കടുകുമണി ഏറ്റവും ചെറുതാണ് എന്ന് ഈ ഉപമയിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതിനേക്കാളും ചെറുതായിട്ടുള്ള വിത്തുകൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും യഹൂദ പാരമ്പര്യമനുസരിച്ച് ചെറുതിനെ സൂചിപ്പിക്കാൻ പഴമൊഴികളിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് തീർച്ചയായും കടുകുമണിയെയാണ്. അതുകൊണ്ടായിരിക്കണം ഈശോ കടുകുമണിയെ ഈ ഉപമയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കടുകുമണി വലുതായി തീരുമ്പോഴുണ്ടാകുന്ന ചെടി, അത് കുറ്റിച്ചെടികളുടെ വർഗത്തിലാണ് അതിനെ കൂട്ടുന്നത്. 8-10 അടി വരെ ഉയരത്തിൽ മാത്രമേ അത് വളരുകയുള്ളൂ. എന്നിരുന്നാലും ഒരു എക്സാജറേഷൻ ഈ വളർച്ചയിൽ കാണാം, വലിയ മരമായി തീരുന്നു എന്ന്. അതിന് അർത്ഥം ഒരുപക്ഷെ ഈ കടുകുമണിയും കടുകിന്റെ ചെടിയും തമ്മിലുള്ള വലുപ്പത്തിലുള്ള വൈരുദ്ധ്യം തീർച്ചയായിട്ടും ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഉപമയിലൂടെ ദൈവം നമ്മോട് പറയുന്നത്, ഏറ്റവും ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അതിലൂടെ ദൈവത്തിന് പ്രവർത്തിച്ച് നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമുള്ള ഒരു ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും എന്ന് ഉള്ളതാണ്. അപ്പോൾ ഈ 2 ഉപമകളിലൂടെ ഇന്ന് ഈശോ നമ്മോട് പറയുന്നത് ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. മനുഷ്യൻ അറിയാതെ ദൈവം പ്രവർത്തിക്കുന്നു. മനുഷ്യൻ ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി ദൈവം പ്രവർത്തിക്കും. 2ാമത്തേത്, ഏറ്റവും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ദൈവത്തിന് അതുമതി വലിയ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വിത്തിന്റെ ഉപമയും കടുകുമണിയുടെ ഉപമയും 2 കൂട്ടർക്കുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത്. ഒന്നാമത്തേത്, എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവർക്കുള്ള വലിയ പ്രത്യാശയുടെ വാക്കുകൾ. 2ാമത്തേത്, എല്ലാം എൻ്റെ കഴിവെന്ന് അഹങ്കരിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഉപമ. കാരണം നമ്മൾ ഉപമയിലൂടെ കണ്ടു, കടുകുമണി ഒരിക്കലും വലിയ ഒരു വൃക്ഷമായി, വടവൃക്ഷമായിട്ട് മാറി ലോകത്തിലുള്ള എല്ലാ പക്ഷികൾക്കും ചേക്കേറാൻ തക്കവിധം ഒരിക്കലും വലുതായി മാറില്ല എന്ന് വ്യക്തമായിട്ടറിയാം. ലോകത്തിൽ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ ദൈവത്തിന് അത് സാധിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്.
അപ്പോൾ തീർന്നിട്ടില്ല ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിന് നിന്റെ ഇല്ലായ്മയെ വലുതാക്കുവാൻ സാധിക്കും. രണ്ടാമത്തേത്, വിത്തിൻ്റെ ഉപമയിൽ നാം കണ്ടു, അത് വളരുന്നത് കൃഷിക്കാരൻ ഉറങ്ങിക്കഴിയുമ്പോഴും ആ വിത്തിനെ വളർത്തുന്ന ഒരു ദൈവീക ശക്തിയുണ്ട്. ആ ശക്തി നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ വിജയങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നീ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നീ അഹങ്കരിച്ചാലും നിന്റെ വിജയത്തിൻ്റെ പുറകിൽ ഒരു ദൈവശക്തിയുണ്ടെന്ന് നീ മറന്ന് അഹങ്കരിക്കുന്നെങ്കിൽ അത് നിന്റെ നാശത്തിൻ്റെ ചിന്തയാണ്. ഇനി ഈ രണ്ട് ഉപമകളെയും നമ്മുടെ ജീവിതവുമായി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 കാലഘട്ടങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നുണ്ട്, എസെക്കിയേൽ പ്രവാചകൻ വലിയ പ്രത്യാശ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുകയാണ്. അവിടെ നാം വായിക്കുന്നുണ്ട്, വലിയ ദേവദാരുവായി നിങ്ങൾ വളരും, എല്ലാത്തരം മൃഗങ്ങളും അതിൻ്റെ തണൽ വസിക്കും, താഴ്ന്ന മരത്തെ ഉയർത്താനും ഉയർന്ന മരത്തെ താഴ്ത്തുവാനും പച്ചമരത്തെ ഉണക്കാനും ഉണക്കമരത്തെ തളിർക്കുവാനും കഴിവുള്ളവനാണ് ദൈവമെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് വിപ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ പ്രത്യാശയുടെ വാക്കുകളാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വാക്കുകൾ അതിൻ്റെ പൂർത്തീകരണമായി മാറുന്നത് ക്രിസ്തുവിലൂടെയാണ്. ദാവീദ് രാജാവിൻ്റെ വംശത്തിൽപ്പെട്ട ക്രിസ്തുവിൻ്റെ ഭരണത്തിലൂടെ അത് പൂർത്തീകരിക്കുകയാണ്. 12 ഗോത്രങ്ങളായി ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യം വരുമെന്ന യെശയ്യാ പ്രവാചകന്റെ വാക്കുകൾ പൂർത്തീകരിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ലോകത്ത് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സഭയിലൂടെ. അതുകൊണ്ടാണ് ഒന്നാമത്തെ വായനയിൽ ദൈവം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്, ഞാനാണ് ഇത് പറയുന്നത്, ഇത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. നിറവേറ്റുക തന്നെ ചെയ്തു സഭയുടെ വളർച്ചയിലൂടെ. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ സഭയുടെ വളർച്ച, അത് സഭ ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയൊരു വളർച്ച സഭയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരുപാട് പോരായ്മകളിലൂടെ കടന്നു പോകുമ്പോഴും അതിനൊക്കെ മറികടന്ന് സഭ വളരും. ആരൊക്കെ സഭയിൽ നിന്ന് വിട്ടുപോയാലും അതിനെ മറികടന്ന് സഭ വളരും. 2000 വർഷങ്ങൾക്കിപ്പുറം സഭ വളരുകയാണ് ചെയ്തിട്ടുള്ളത്, ഒരിക്കലും തളർന്നിട്ടില്ല. ചില ഭാഗങ്ങളിലൊക്കെ ഒരു തളർച്ച സംഭവിച്ചെങ്കിൽ അതിനപ്പുറത്തേക്ക് സഭ മറ്റു പല ഭാഗങ്ങളിലും വളരുന്നുണ്ട് എന്നത് ദൈവത്തിൻ്റെ വാക്കുകളുടെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഭാഗീയത ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഒറ്റ തിണ്ണയിൽ ആയിരിക്കുക തന്നെ ചെയ്യും. ആ ഒരു വാക്ക് ഉപയോഗിച്ചത് ഈ അടുത്ത് ഒരു വളരെ പ്രസിദ്ധനായ ഒരു ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച കാര്യങ്ങളാണ്. വ്യത്യസ്തമായ രീതിയിൽ ആരാധന അർപ്പിക്കുന്ന മറ്റൊരു സഭയെക്കുറിച്ച് പറഞ്ഞത്, അന്യൻ്റെ തിണ്ണയിൽ പോയി നമ്മൾ ബലിയർപ്പിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് ഒരുപാട് വിഷമം തോന്നി. വിഭാഗീയത ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ദൈവം ആഗ്രഹിക്കുന്നത് വ്യത്യസ്തനായിരുന്നാലും ഒറ്റത്തിണ്ണയിലായിരിക്കുന്ന അനുഭവം, ഒറ്റക്കെട്ടായി മാറുന്ന അനുഭവം, സഭ ഒന്നിച്ച് ഒറ്റ വൃക്ഷത്തിൻ്റെ കീഴിലായി മാറുമെന്ന ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കേണ്ട നമ്മളൊക്കെ ഒരിക്കലും ഇങ്ങനെ വിഭാഗീയത ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് യോജിച്ചതല്ല എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി മൂന്നാമത്തത്, നിൻ്റെ ജീവിതത്തിലും പ്രത്യാശ നഷ്ടപ്പെട്ട് എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴും നീ ഓർക്കണം, കടുകുമണി വടവൃക്ഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നിൻ്റെ കുറവുകൾ ദൈവത്തിന് വലുതാക്കുവാൻ സാധിക്കും. അത് നിൻ്റെ കഴിവല്ല. നീ ഉറങ്ങിക്കഴിയുമ്പോഴും പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവം ആണ് നിൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗങ്ങളിലൂടെ 3 കാര്യങ്ങൾ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. ഒന്നാമത്തേത്, ക്രിസ്ത്യാനി വ്യത്യസ്തനായി ചിന്തിക്കേണ്ടവനാണ്. ലോകത്തിലുള്ള മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ടവനല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനൊപ്പം ചിന്തിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ്, നീ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് നീ വളരുന്നത്. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ അതിൻ്റെ ഭാവിയിൽ വരാനുള്ള വളർച്ചയെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. മൂന്നാമത്തേത്, ആയതിനാൽ നമ്മുടെ ലക്ഷ്യം അവിടുത്തെ പ്രസാദിപ്പിക്കുക മാത്രമാണെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് സർവേശ്വരൻ പ്രത്യാശയും ഫലവും നൽകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.